മുക്കത്തും പരിസര പ്രദേശങ്ങളിലും റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായതോടെ ദുരിതത്തിലായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസം മണാശ്ശേരി സ്കൂളിന് സമീപത്തെ വയലിലാണ് സാമൂഹ്യവിരുദ്ധർ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. മുക്കം നഗരസഭയിലെ മണാശ്ശേരി സ്കൂളിന് സമീപത്തെ റോഡരികിലെ വയലിലാണ് കക്കൂസ് മാലിന്യം രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ തള്ളിയത്. നിരവധി പേർ കുടിക്കാനും കുളിക്കാനും കൃഷിക്കും ഉപയോഗിക്കുന്ന തോട്ടിലേക്ക് വെള്ളമൊഴുകുന്ന വയലിലാണ് വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. ദുർഗന്ധം സഹിക്കാനാവാതെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് റോഡരികിലെ വയലിൽ കക്കൂസ് മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനു മുമ്പും ഈ പ്രദേശത്ത് മാലിന്യം തള്ളിയിട്ടുണ്ടെന്നും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാത്രികാല നിരീക്ഷണം നടത്താൻ പോവുകയാണെന്നും മുക്കം പോലീസിലും നഗരസഭയിലും പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ കക്കൂസ് മാലിന്യം റോഡ് സൈഡിലുള്ള ഈ സ്ഥലത്തേക്ക് തള്ളിയിട്ട് രാത്രി പോയത്. രാത്രിയാണ്ട് ആർക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ സമീപത്തുള്ള വീട്ടുകാരാണ് ദുർഗന്ധം അനുഭവിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ ഇതോടെ കക്കൂസ് മാലിന്യം ഈ പ്രദേശത്ത് തള്ളിയായിട്ട് മനസ്സിലാക്കുന്നത്. ആ സമയത്തിൻ്റെ സമീപത്തുള്ള ഡോക്ടർ വാർഡ് കൗൺസിലർ വരും അറിയിക്കുകയും വാർഡ് കൗൺസിൽ സ്ഥലത്തെത്തി സ്ഥലം പരിശോധിക്കുകയും തുടർന്ന് മുനിസിപ്പാലിറ്റി അധികൃതരെ അറിയിച്ച് ആരോഗ്യ പ്രവർത്തകർ എത്തി ഇവിടെ വേണ്ട ക്ലോറിനേഷനൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോലീസ് അധികാരികളെ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ വരെ അറിയിച്ചിരുന്നു. അവരും വന്ന് ഇവിടെ സ്ഥലത്ത് വന്ന് പരിശോധിക്കുകയും ഈ സമീപത്തുള്ള CCTV ക്യാമറ ദൃശ്യങ്ങളൊക്കെ അവരെ എടുത്തിട്ടുണ്ട്. കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുക്കത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തട്ടുന്നത് പതിവാണ്. നേരത്തെ നാട്ടുകാരുടെ സഹായത്തോടെ മാലിന്യം തട്ടിയ വാഹനം മുക്കം പോലീസ് പിടികൂടിയിരുന്നെങ്കിലും പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ആയിട്ടില്ല. നഗരസഭയും പോലീസും CCTVകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.